കേസോട്ടോ സൗത്ത് നോഡൽ ഓഫീസർ ഡോക്ടർ മോഹൻദാസ് രാജിവെച്ചു. കേസോട്ടോയുടെ പ്രവർത്തനത്തെ വിമർശിച്ച് പോസ്റ്റിട്ടതിന് പിന്നാലെയാണ് രാജി. അഭിപ്രായ സ്വാതന്ത്ര്യം മൌലികാവകാശം എന്ന പോസ്റ്റിട്ടാണ് മോഹൻദാസ് രാജി വിവരം അറിയിച്ചത്. അവയവദാന ഏജൻസിയാണ് കേസോട്ടോ. സനിസ ശോഭ ചന്ദ്രൻ ചേരുന്നു. സനിസ, പല വിമർശനങ്ങളും ഈ അവയവദാനവുമായൊക്കെ ബന്ധപ്പെട്ട് നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നതിന്റെ റീസൺ എന്താണെന്നാണ് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്? ധന്യ, കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഈ ആരോഗ്യമേഖലയെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റുകളുമായി രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഡോക്ടർ മോഹൻദാസും കേസോട്ടോയുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിച്ചുകൊണ്ട് കേസോട്ടോ അവതാളം തെറ്റിയാണ് പോകുന്നത് എന്നതടക്കം ഉന്നയിച്ചുകൊണ്ട് പോസ്റ്റുകളുമായി രംഗത്ത് വരുന്നത്. ഇതിന് പിന്നാലെ വിവാദമാവുകയും ആ പോസ്റ്റുകൾ പിൻവലിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഡോക്ടർ മോഹൻദാസിന് ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയിൽ നിന്നും ഒരു മെമ്മോ ലഭിക്കുകയാണ്. ഇതിൽ വിശദീകരണം കൊണ്ട് ഈ മെമ്മോയ്ക്ക് ഡോക്ടർ മോഹൻദാസ് വിശദീകരണം നൽകി. ഇത്തരത്തിൽ അത് തന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്നും 2017 ശേഷം ഇത്തരത്തിൽ കേസോട്ടോയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 10-ൽ കുറഞ്ഞ വൃക്ക മാറ്റ ശസ്ത്രക്രിയകളാണ് നടന്നത്. ഒരു 10 വൃക്ക മാറ്റ ശസ്ത്രക്രിയകൾ നടന്നില്ല എന്നതടക്കമുള്ള കണക്കുകൾ നിരത്തിയാണ് ഇത്തരത്തിൽ മെമ്മോയ്ക്ക് വിശദീകരണം നൽകിയത്. ഈ മെമ്മോയ്ക്ക് വിശദീകരണം നൽകിയതിനു ശേഷം ഈ മെമ്മോ നൽകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡോക്ടർ മോഹൻദാസ് രാജി അറിയിക്കുകയായിരുന്നു. കേസോട്ടോയുടെ സൗത്ത് സോൺ നോഡൽ ഓഫീസർ പദവിയിൽ നിന്നാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം മേധാവിയാണ് ഡോക്ടർ മോഹൻദാസ്. ഇത്തരത്തിൽ 2017 ശേഷം ഈ വൃക്കമാറ്റ ശസ്ത്രക്രിയകൾ 10-ൽ കുറവാണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കണക്കുകൾ നിരത്തിയാണ് വിശദീകരണം നൽകിയിരിക്കുന്നത്. കേസോട്ടോയുടെ ഈ അവതാളത്തിൽ ഇത്തരത്തിൽ കേസോട്ടോയിൽ അലംഭാവം നടക്കുന്നതായിട്ട് വിമർശനം ഉന്നയിച്ച പോസ്റ്റിൽ തന്നെ മന്ത്രിയെ അടക്കം കോട്ട് ചെയ്യാതെയാണ് ഈ പോസ്റ്റ് ഇട്ടതെങ്കിൽ പോലും ഉദ്യോഗസ്ഥരാണ് ഇതിൽ അലംഭാവം കാണിക്കുന്നത് എന്ന് ഉന്നയിച്ചായിരുന്നു പോസ്റ്റ്. എന്നാൽ അതിൽ ആരോഗ്യവകുപ്പ് മെമ്മോ നേരത്തെ മെമ്മോ നൽകിയിരുന്നു. അത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത് പറയുന്നത് കൊണ്ടായിരുന്നു. അങ്ങനെ പ്രതികരണം നടത്തില്ലെന്ന് മെമ്മോയ്ക്ക് മോഹൻദാസ് മറുപടിയും നൽകിയിരുന്നതാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ രാജ് വിവരവും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്.